ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള നല്ലൊരു വെജിറ്റബിൾ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ വെജിറ്റബിൾ കറി എന്തുകൊണ്ടാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് നോക്കാം. നമ്മൾ ഈ മഴക്കാലത്ത് പുരയിടത്തിലെല്ലാം ധാരാളം വളർന്നു നിൽക്കുന്ന ഒരു ചെടിയാണല്ലോ ചേമ്പ്. അതിൻ്റെ താള് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ കറി തയ്യാറാക്കിയിരിക്കുന്നത്. ചേമ്പിൻ്റെ തണ്ട് അല്ലെങ്കിൽ താള്, തട എന്നൊക്കെ പറയും. അപ്പോൾ അതാണ് ഞാനിന്ന് പറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെ മുകളിലുള്ള ആ കനം കുറഞ്ഞ തൊലി നമുക്ക് കത്തി വെച്ച് ഇതുപോലെ ഒന്ന് വലിച്ചെടുത്താൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഇളകി കിട്ടും. അങ്ങനെ ആ തൊലിയെല്ലാം കളഞ്ഞ ശേഷം കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഞാൻ പുളിങ്കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു വലുപ്പത്തിലാണ് ഞാനിത് ഒരേ കഷ്ണം പോലെയാണ് ഞാനിത് അരിഞ്ഞെടുക്കുന്നത്. ഇത് വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കത്തി വെച്ച് ഇതുപോലെ അരിഞ്ഞെടുക്കാൻ സാധിക്കും. മാത്രമല്ല, ഇത് അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അത് വളരെ ജ്യൂസി ആയിട്ടുള്ള ഒരു തണ്ടാണ് ചേമ്പിൻ്റെ തണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള ആ നീര് ഒന്ന് സ്ക്വീസ് ചെയ്ത് കളഞ്ഞ ശേഷമാണ് നമ്മളിത് കറി തയ്യാറാക്കുന്നത്. അപ്പോൾ അതെല്ലാം നല്ല പോലെ ഒന്ന് ഇങ്ങനെ പിഴിഞ്ഞു കൊടുത്താൽ അതിൻ്റെ നീരെല്ലാം ഒന്ന് മാറിക്കിട്ടും. എന്നിട്ട് നമ്മൾ അത് റെഡിയാക്കി വയ്ക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ ആരംഭിക്കാം. കടായിലേക്ക് ഞാൻ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകൊന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ സാധാരണ നമ്മൾ ചേർക്കുന്ന പോലെ വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു 2 വറ്റൽമുളക് കീറി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് പുളിങ്കറി ആയതുകൊണ്ട് ഞാൻ ചുവന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴാണ് ഇനി ഞാൻ എരിവിനായിട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്. 2 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളകും ആ ചുവന്നുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. ഇത് നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. മീഡിയം ഫ്ലെയിമിലിട്ട് 1, 2, 3 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കും അത് വഴന്ന് വരും. ഇതൊന്ന് വഴന്ന് വന്നാൽ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചേമ്പിൻ്റെ കഷ്ണങ്ങളും അതിൻ്റെ കൂടെ ഒരു തക്കാളിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ആ ഇട്ട് കൊടുക്കുന്ന ക്ലിപ്പിംഗ് എൻ്റെ അടുത്ത് നഷ്ടമായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചേമ്പിൻ്റെ ആ തടയുടെ കഷ്ണങ്ങളും തക്കാളിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിനി ഇത് മൂടി വെച്ച് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ വെന്ത് വരും. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കത് മൂടി വെച്ച് വേവിക്കാം. ഈ ചേമ്പിൻ്റെ തട ഉപയോഗിച്ചിട്ട് തീയലുണ്ടാക്കും. അതുപോലെ പരിപ്പിൻ്റെ കൂടെ ചേർത്തിട്ട് പരിപ്പ് കറി, അതുപോലെ തന്നെ തീയൽ, അവിയൽ, പല വെറൈറ്റി വിഭവങ്ങളും തയ്യാറാക്കാറുണ്ട്. പക്ഷേ പുളിങ്കറിയും കുറച്ച് നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ നല്ല രുചിയാണ് പുളിങ്കറി. അപ്പോൾ അന്ന് ഞാൻ പുളിങ്കറിയുടെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഉപ്പ് കൂടെ ചേർത്ത ശേഷം നമുക്ക് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് ആകുമ്പോഴേക്കും അത് ആവി കയറി അത് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഇപ്പോൾ നല്ല മഴക്കാലം ആയതുകൊണ്ട് പുരയിടത്തിലെല്ലാം ധാരാളമായിട്ട് ഇത് വളർന്നു നിൽക്കും. അപ്പം പലരും ഇത് മൈൻഡ് ചെയ്യാറില്ല. അപ്പോൾ ഇതുപയോഗിച്ചിട്ട് പലതരം വെറൈറ്റി വിഭവങ്ങൾ തയ്യാറാക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പുളിങ്കറി ആയതുകൊണ്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കായത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കായം കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ആ പൊടികളുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും എരിവും ഒക്കെ കൂടുതലായിട്ട് വേണ്ടവർക്ക് കുറച്ചും കൂടെ ചേർക്കും. പക്ഷേ പുളിങ്കറി ആകുമ്പോൾ അധികം എരിവൊന്നും ആവശ്യമില്ല. ഇത് പാകമാണ്. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതും കൂടെ ഒന്നൊന്ന് വെന്തൊന്ന് സോഫ്റ്റായി വരാൻ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചാൽ മതി. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങുന്നതുകൊണ്ടാണ് ആദ്യം നമ്മൾ ചേമ്പിൻ്റെ താളിലെ ആ വെള്ളം എല്ലാം ഒന്ന് സ്ക്വീസ് ചെയ്ത് കളയണം എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ അതുകൂടെ ഉണ്ടെങ്കിൽ ഇത് ഒന്നുകൂടെ ജ്യൂസി ആയി പോകും. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇനി ഇതിലേക്ക് പുളി ചേർക്കണം. ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി ഞാനിവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ നീര് നമുക്ക് അതിൻ്റെ നടുവിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. എല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട്.
ഇപ്പോൾ കറി ഇവിടെ ശരിക്കും തയ്യാറായിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മായവും ചേരാത്ത വെജിറ്റബിൾ ആണല്ലോ നമ്മളിപ്പം നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചുകൊണ്ട് വരുന്ന ചേമ്പിൻ താള് എന്നൊക്കെ പറയുമ്പോൾ വളരെ ഹെൽത്തി ആണല്ലോ. അപ്പോൾ കറി തയ്യാറായി കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നിർബന്ധമില്ല, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് എന്നെ അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ ഇനി പുതിയ വീഡിയോസായിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. എല്ലാവരും ഇതുപോലെ ഒരു പുളിങ്കറി തയ്യാറാക്കി നോക്കണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു പുളിങ്കറിയാണ് കേട്ടോ. താങ്ക് യു.